ആയിരക്കണക്കിന് വേദികളെ പ്രകമ്പനം കൊള്ളിച്ച സുപ്രസിദ്ധ കാതികൻ PV നെല്ലിയാടി അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഏടുകളിൽ നിന്നും പിച്ചി ചീന്തിയെടുത്ത ഏറ്റവും പുതിയ കഥ ബാലൻ. സഹൃദയരെ, ഞങ്ങൾ കഥ ആരംഭിക്കുകയാണ്. കഥയിൽ സ്റ്റാൻവെല്ലിലെ ആരുടെയും പേരോ സാദൃശ്യമോ രൂപമോ തോന്നിയാൽ അത് വെറും യാദൃശ്ചികം അല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങളെ പോലൊരു വ്യക്തി മാത്രം, അപ്പം ഞാൻ തുടങ്ങട്ടെ. കലാസ്നേഹികളെ, ഈ കഥ നടക്കുന്നത് അങ്ങ് ഇന്ത്യയിലല്ല, പാകിസ്ഥാനിലാണോ? അല്ല. അങ്ങ് അഫ്ഗാനിസ്ഥാനിലുമല്ല, റഷ്യയിലുമല്ല. ഈ കഥ നടക്കുന്നത് ഒരു കൊച്ചു ഗ്രാമത്തിൽ, UK-യിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ. വ്യോമവാഹിനികൾ അഥവാ എയ്റോപ്ലെയിനുകൾ പറന്നുയരുന്ന ഗ്രാമം, എയ്റോപ്ലെയിനുകൾ പറന്നിറങ്ങുന്ന ഗ്രാമം, 203 ബസ് മന്ദം മന്ദം ഒഴുകി വരുന്ന ഗ്രാമം, വിശാലമായ ടെസ്കോ നിരന്ന് കിടക്കുന്ന ഗ്രാമം, മൂക്കിപ്പനി വന്നാലും ഓടിച്ചെന്നെത്താൻ പറ്റുന്ന ആഷ്ഫോർഡ് ഹോസ്പിറ്റൽ കിടക്കുന്ന ഗ്രാമം, സുന്ദരിമാരായ നഴ്സുമാർ ഓടിയും ആടിയും ചാടിയും നടക്കുന്ന ഏതാണ് ആ ഗ്രാമം? ഏതാണ്? അതാണ് നമ്മുടെ സ്റ്റാൻവെൽ എന്ന അതിസുന്ദരമായ ഗ്രാമം. ശ്യാമസുന്ദരം ഈ കഥയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ കഥകളെ പോലെ ഈ കഥയ്ക്ക് കഥാനായകനുണ്ടോ? ഇല്ല. കഥാനായികയുണ്ടോ? ഇല്ല. ഈ കഥയുടെ ഉച്ചസ്ഥാനത്തിൽ ഇരിക്കുന്നത് ഒരു ബാലനാണ്. കോമളനും ശ്യാമളനും സുമുഖനുമായ ബാലൻ. ഈ ബാലന്റെ പേരെന്താണ്? അത് ഞങ്ങൾക്ക് അറിയില്ല. ഈ ബാലൻ എവിടെ നിന്ന് വന്നു? അതും ഞങ്ങൾക്കറിയില്ല. അവനെ നിങ്ങൾക്കറിയാമോ എന്നതാണ് ഈ കഥയുടെ കാതലും ഞങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നതും. ദേവരൂപനാണവൻ, ശ്യാമകോമളൻ, തേരിറങ്ങി വന്നൊരിന്ദ്ര തുല്യനാണവൻ, സൂര്യ തേജസാർന്നു നിൽക്കും ഈ ബാലൻ, ആരും അമ്പരന്നു പോകും ഈ ബാലൻ. പോകുന്നത് നമുക്ക് പരിചയമുള്ള ഒരു കാറാണല്ലോ. ആരാണത്? നമ്മുടെ വിനിച്ചായൻ. എയർപോർട്ടിൽ കൊണ്ടുവിടാൻ പോകുകയാണെന്ന് തോന്നുന്നു. എയർപോർട്ടിൽ കൊണ്ടുവിടുന്നവരെ ആരുമായിരിക്കട്ടെ, അവർക്ക് ഈ കഥയിൽ പ്രസക്തിയേയില്ല. ഇതാ വിനിച്ചായൻ എയർപോർട്ടിലെത്തി. കാറിലുള്ളവരെ ഇറക്കി വെച്ച് മുന്നോട്ടിതാ പോകുന്നു. പക്ഷേ കാർ അവിടെ പെട്ടെന്ന് നിന്നു. വിനിച്ചായൻ ആരോടോ മിണ്ടുന്നു. അതെ, നമ്മുടെ ബാലനോടാണ് വിനിച്ചായൻ മിണ്ടുന്നത്. ബാലനെ വിനിച്ചായൻ അറിയാമോ? അവരൊന്നിച്ച് വീട്ടിലേക്ക് ഇതാ പോകുന്നു. വിനിച്ചായനെ എങ്ങനെ പരിചയം? അതറിയണമെങ്കിൽ വിനിച്ചായൻ ആരാണെന്ന് നിങ്ങൾ അറിയണം. ആരാണ് വിനിച്ചായൻ? വിനിച്ചായനോട് നമ്മുടെ ബാലൻ പറഞ്ഞു, എനിക്ക് റാന്നിക്കാരുടെ കൂടെ താമസിക്കണം. കേട്ട പാതി കേൾക്കാത്ത പാതി വിനിച്ചായൻ ബാലനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പക്ഷേ ജെസി ചേച്ചി പറഞ്ഞു, ഇവിടെ താമസം നടപ്പില്ല. ബാലൻ പോകാനും തയ്യാറല്ല. വിനിച്ചായൻ പറഞ്ഞു, ഇവൻ റാന്നിക്കാരനല്ലേ, ഇവൻ ഇവിടെ താമസിച്ചോട്ടെ. ജെസി ചേച്ചി പറഞ്ഞു, നടപ്പില്ല, അവനെ പറഞ്ഞു വിടൂ. ബാലനെ ഒന്ന് പേടിപ്പിച്ചു നോക്കി, നീ ഇറങ്ങിപ്പോണം. പക്ഷേ ബാലൻ പറഞ്ഞു,
എന്നെ എങ്ങനെ പേടിപ്പിക്കാൻ നോക്കണ്ട. ബ്രണ്ടൻ കോളേജിൽ ഊരിപ്പിടിച്ച വാളുകൾക്കിടയിൽ നടന്നു പോയിട്ടുണ്ട്. AKG സെന്ററിന് മുമ്പിൽ കൊടിപിടിച്ച് തുടങ്ങിയതാണ് എന്റെ ജീവിതം. ഇത് കേട്ടതും ബിനിച്ചായൻ ഒരു കാര്യം ബോധ്യമായി. ഇവൻ ഇവിടെ താമസിക്കേണ്ടവനല്ല. ഇവനെ കൊണ്ടുവിടേണ്ട സ്ഥലം എനിക്കറിയാം. ബിനിച്ചായൻ പറഞ്ഞു, മോനെ, നീ താമസിക്കേണ്ട സ്ഥലം ഇതല്ല. നിനക്ക് പറ്റിയ ഒരു സ്ഥലം സ്റ്റാൻവിൽ തന്നെയുണ്ട്. ഏതാണ് ആ സ്ഥലം? ഏതാണ് ആ സ്ഥലം? നമ്മുടെ സ്വന്തം സനുവിന്റെ വീട്. വാതിൽ തുറന്നതും ഇതാ പുഞ്ചിരിയോടെ സിനു വന്നു നിൽക്കുന്നു. ബിനിച്ചായൻ സിനുവിനോട് ചോദിച്ചു, സന്നു ഇല്ലേ? സിനു പറഞ്ഞു, ഇല്ല. ബാലനെ നോക്കി സിനു ചോദിച്ചു, ആരാണ് ഈ പയ്യൻ? ബിനിച്ചായൻ പറഞ്ഞു, ഈ വീട്ടിൽ താമസിക്കേണ്ട കുട്ടിയാ. സിനു പറഞ്ഞു, ഈശ്വര, അതെങ്ങനെ സംഭവിച്ചു? തിരിഞ്ഞു നോക്കിയപ്പോഴത്തേനും ബിനിച്ചായനെ കാണുവാനില്ല. ബിനിച്ചായൻ സ്ഥലം വിട്ടു. സിനു വിളിച്ചു സന്നുവിനെ, ഈ നിമിഷം വരണം, ഇപ്പം വരണം. സന്നു പറന്നെത്തി. കേറി വന്നപ്പോൾ കോമളനായ ഒരു പയ്യൻ. സന്നു ചോദിച്ചു സിനുവിനോട്, ആരാണ് ഈ പയ്യൻ? സിനു പറഞ്ഞു, നേരിട്ട് ചോദിക്കും. സന്നു വന്ന് ചോദിച്ചു, സിനു പറഞ്ഞു, ഇംഗ്ലീഷ് വേണ്ട, പയ്യന് പച്ച മലയാളം അറിയാം. അപ്പൊ സന്നു പറഞ്ഞു, ആരാണ് മോനെ നീ? അപ്പോൾ ബാലൻ ഇങ്ങനെ പാടി, ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം, ചേതനയിൽ നൂറു നൂറു പൂക്കളായി പൊലിക്കവേ, നോക്കുവിൻ സഖാക്കളേ, നമ്മൾ വന്ന വീതിയിൽ ആയിരങ്ങൾ ചോര കൊണ്ടെഴുതി വച്ച വാക്കുകൾ. ലാൽ സലാം, ലാൽ സലാം, ലാൽ സലാം. സന്നു കോരിത്തരിച്ചു. പുളകിതനായി ആനന്ദ ബാഷ്പം കണ്ണിൽ നിന്ന് ഒഴുകുന്നു. മോനെ, നീ ഇവിടെ നിന്നോ എന്ന് പറഞ്ഞു. അത് കേട്ടതും സിനു പറഞ്ഞു, നടപ്പില്ല, ഇവിടെ താമസം നടപ്പില്ല. ചെങ്കുടി നെഞ്ചിലേറ്റി ഇവനെ ഞാൻ എങ്ങനെ പുറത്താക്കും സിനു? എങ്ങോട്ട് കൊണ്ടുവിടും? നീ അവന് കട്ടൻ ചായയും പരിപ്പോടയും കൊടുക്ക്. സിനു പറഞ്ഞു, പറ്റില്ല, ഇവിടെ താമസം പറ്റില്ല. ഞാൻ ഇവിടെ ഓണമൊക്കെ ഓർഗനൈസ് ചെയ്ത് ഓണമൊക്കെ ഉണ്ട്, ഇങ്ങനെ ഇവിടെ നിന്നോളാം എന്ന് സനുവിനോട് പറഞ്ഞു. ഓണം ഓർഗനൈസ് ചെയ്തോ? മനസ്സിലായില്ല. അപ്പൊ അവൻ ബാലൻ പറഞ്ഞു, ഒരു കൊല്ലത്തിൽ മിനിമം 10 ഓണം ഓർഗനൈസ് ചെയ്യാറും 10 ഓണം ഞാൻ ഉണ്ണാറുമുണ്ട്. ഓണസദ്യം എന്റെ ഒരു വീക്ക്നെസ് ആണ്. സന്നു പറഞ്ഞു, അമ്പട വീര, അപ്പൊ നീ താമസിക്കേണ്ട സ്ഥലം ഇവിടെയല്ല. നിനക്ക് പറ്റിയ സ്ഥലം ഈ സ്റ്റാൻവിൽ തന്നെയുണ്ട്. സന്നു ബാലനെ കയറ്റി നേരെ പോയി. എങ്ങോട്ട്? ഏത് വീട്ടിലേക്ക്? നമ്മുടെ സ്വന്തം ശ്രീദേവിയുടെ വീട്ടിലേക്ക്, നമ്മുടെ സ്വന്തം രജിച്ചേട്ടന്റെ വീട്ടിലേക്ക്. വാതിൽ തുറന്നതും പുഞ്ചിരിയോടെ ശ്രീദേവി ചോദിച്ചു സന്നുവിനോട്, ആരാണ് ഈ പയ്യൻ? സന്നു പറഞ്ഞു, ഇവൻ ഈ വീട്ടിൽ താമസിക്കേണ്ട പയ്യനാണ്. അതെങ്ങനെ? അതെന്തിന്? ശ്രീദേവിക്കൊന്നും മനസ്സിലായില്ല. സന്നു പറഞ്ഞു, രജി എല്ലാം വിശദീകരിച്ചു തരും. ശ്രീദേവി വിളിച്ചു, രജി ചേട്ടാ, താഴേക്ക് ഇറങ്ങി വാ. രജി ചോദിച്ചു, ആരാണ് ഈ പയ്യൻ? ശ്രീദേവി ചോദിച്ചു, പറഞ്ഞു, എനിക്കറിയില്ല, നേരിട്ട് ചോദിക്കൂ. രജിച്ചേട്ടൻ ചോദിച്ചു, ആരാണ് മോനെ നീ? ബാലൻ ഇങ്ങനെ പാടി, കാന്താ ഞാനും വരാം, താങ്കൾ ഓണം കൂടാം. കാന്താ ഞാനും വരാം, താങ്കൾ ഓണം കൂടാം. ഓണസദ്യ കഴിക്കണം കാന്താ, ഓണസദ്യ കഴിക്കണം കാന്താ, പായസം മൂന്നെണ്ണം മോന്തണം കാന്താ, പായസം മൂന്നെണ്ണം മോന്തണം കാന്താ, വടമെടുത്തണിക്കൊന്നു പലിക്കണം കാന്താ, വടമെടുത്തണിക്കൊന്നു പലിക്കണം കാന്താ, കൂട്ടു തുറന്നൊന്നടിക്കണം കാന്താ, കൂട്ടു തുറന്നൊന്നടിക്കണം കാന്താ. കാന്താ ഞാനും വരാം, താങ്കൾ ഓണം കൂടാ. ശ്രീദേവി, ഇവൻ ഇവിടെ നിന്നോട്ടെ. ഈ കൊല്ലത്തെ 10 ഓണം ഓർഗനൈസ് ചെയ്യാൻ എനിക്കൊരു സഹായമാകും. അവൻ ഓണത്തിന്റെ എല്ലാ പരിപാടികളെ കുറിച്ചും വ്യക്തമായിട്ട് അറിയാം. അവൻ ഇവിടെ നിൽക്കട്ടെ. ശ്രീദേവി പറഞ്ഞു, ഇല്ല, നടപ്പില്ല. രജിച്ചേട്ടൻ പറഞ്ഞു, ഇവനൊരു പാവം പയ്യനല്ലേ, ഇവൻ ഇവിടെ നിന്നോട്ടെ. സമ്മതിച്ചില്ല ശ്രീദേവി. ഒച്ചയിൽ പറഞ്ഞു, താമസം നടപ്പില്ല. നിലത്തിനൊരു ഫ്ലോർ ചവിട്ടി, ഫ്ലോർ ഇളകിപ്പോയി. പിന്നെയും അനുനയിക്കാൻ നോക്കി രജിച്ചേട്ടൻ. അവൻ ഇവിടെ നിന്നോട്ടെ. സമ്മതിച്ചില്ല. കയ്യിലിരുന്ന തവി എടുത്തൊരേറ്. ടാപ്പ് പൊട്ടിപ്പോയി.
ഇവർ നോക്കി നിൽക്കിയ നിമിഷ നേരം കൊണ്ട് ബാലനി ടാപ്പും ഫിക്സ് ചെയ്തു, ഫ്ലോറും ഫിക്സ് ചെയ്തു. അമ്പരന്ന് പോയി കണ്ടു നിന്ന രണ്ടുപേരും. മോനെ, നീ ഇതെങ്ങനെ പഠിച്ചു? ബാലൻ പറഞ്ഞു, ഇതെന്റെ ഒരു ഹോബിയാണ്. പെട്ടെന്ന് രജിച്ചേട്ടൻ പറഞ്ഞു, നമുക്ക് ഇവരെ ജോയിയുടെ അങ്ങോട്ട് വിടാം, അതാണ് അവര് പറ്റിയ സ്ഥലം. ശ്രീദേവി പറഞ്ഞു, ഇതൊക്കെ പ്രിൻസേട്ടനും ചെയ്യാറുണ്ടല്ലോ, അപ്പം അങ്ങോട്ട് വിട്ടാ പോരെ. കൺഫ്യൂഷൻ, രണ്ടുപേർക്കും കൺഫ്യൂഷൻ. പ്രിൻസേട്ടന്റെ വീട്ടിലോ ജോയ് ചേട്ടന്റെ വീട്ടിലോ, ജോയ് ചേട്ടന്റെ വീട്ടിലോ പ്രിൻസേട്ടന്റെ വീട്ടിലോ. പണി കഴിഞ്ഞു വന്ന ബാലൻ ഉടനടി തന്റെ കയ്യും കാണിച്ചു പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, എന്റെ പാപ്പിലറി റിജസ് ഡാമേജ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. രജിച്ചേട്ടൻ ചോദിച്ചു, അതെന്താ സാധനം? ശ്രീദേവി കാണിച്ചു കൊടുത്തു. ദേ നോക്ക്, ഈ വാക്ക് ഈ സ്റ്റാൻഡിൽ രണ്ടുപേർക്ക് അറിയാവുള്ളൂ. ഒന്ന് രജിക്കും, പിന്നൊന്ന് ശശി തരൂരും മാത്രം. ഇവൻ പോകേണ്ട സ്ഥലം രജിയുടെ വീട് തന്നെയാണ്, രജി ജോയുടെ വീട് തന്നെയാണ്. വിട്, വണ്ടി എടുക്ക്, നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞു. അവർ നേരെ പോയി ജോയിയുടെ വീട്ടിലേക്ക്. ആരാണ് ഈ ജോയ് ചേട്ടൻ? നമ്മുടെ സ്വത്താണ്, നമ്മുടെ മുത്താണ്. ബെല്ലടിച്ചതും അതാ വാതിൽ തുറന്നത് ആരാണ്? നമ്മുടെ സ്വന്തം രജി ചേച്ചി. ശ്രീദേവിയോട് ചോദിച്ചു, കൂടെയുള്ള ബാലൻ ആരാണ്? ശ്രീദേവി പറഞ്ഞു, ഇവൻ ഈ വീട്ടിൽ താമസിക്കേണ്ട പയ്യനാണ്, ജോയിക്ക് ഒരു കൂട്ടായി, എന്തെങ്കിലും ഫിക്സ് ചെയ്യാൻ ഇവൻ സഹായിക്കും, കടിച്ചാ പൊട്ടാത്ത ഇംഗ്ലീഷും പറയും, രജിക്ക് ഒരു കൂട്ടായി. ഇതൊക്കെ കേട്ട നിഷ്കളങ്കനായ ജോയ് ചേട്ടൻ പറഞ്ഞു, അവൻ ഇവിടെ നിന്നോട്ടെ, ആരുടെയും വീട് തല്ലിപ്പൊളിക്കാൻ എന്തേലും നന്നാക്കാനുണ്ടെങ്കിൽ എന്നെ സഹായിക്കുമായിരുന്നു. രജി ചേച്ചി പറഞ്ഞു, ഇല്ല, നടപ്പില്ല, രണ്ടു ബാലന്മാരെ ഞാൻ വളർത്തി വലുതാക്കി, അത് മതി, ഇനിയൊരു ബാലനെ താങ്ങ മുടിയാതെ. ജോയ് ചേട്ടൻ ചോദിച്ചു, വേറെവിടെ പോകും ഇവൻ ഇവിടെ നിൽക്കട്ടെ. പെട്ടു, രജി ചേച്ചി പെട്ടു. ഇനി എന്ത് ചെയ്യും? രജി ചേച്ചി ഇങ്ങനെ പാടി, സങ്കടം തീർന്നില്ല. ഇതിലും ബാലനെ വളർത്തുന്നതിന് കഴിഞ്ഞ് ഒരു വാഴ നട്ടാ മതിയായിരുന്നു. തന്റെ പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങി നട്ടു വളർത്തിയ വാഴയെ നോക്കി ഇങ്ങനെ പാടി, വീടിനകത്തേക്ക് കയറി വന്ന രജി ചേച്ചി കാണുന്നത് പ്രാർത്ഥനയിൽ മഗ്നനായിരിക്കുന്ന ബാലനെയാണ്. ജാതിമത മേനമധ്യേനെ അവൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവൻ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവൻ ഇംഗ്ലണ്ടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മിത്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവൻ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവൻ പാലസ്തീനു വേണ്ടി പ്രാർത്ഥിക്കുന്നു, ട്രംപിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇത് കണ്ട് രജി ചേച്ചി പറഞ്ഞു, കണ്ടില്ലേ, അവൻ അങ്ങ് അമേരിക്കയിലുള്ള ട്രംപിന് വേണ്ടി വരെ പ്രാർത്ഥിച്ചു, തൊട്ടടുത്തുള്ള എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല. അവനെ കൊണ്ടുവിടേണ്ട സ്ഥലം ഏതാണെന്ന് എനിക്കറിയാം. ജോയി, വണ്ടി എടുക്ക്, ഇവനെ നമുക്ക് കൊണ്ടുവിടാം. എങ്ങോട്ട്? അവർ ബാലനെയും കൂട്ടിപ്പോയി. അവർ സാനുവലിന്റെ അതിർത്തി കടന്ന് പിന്നെയും മുമ്പോട്ട് പോയി ആഷ്ഫോർഡിലേക്ക്. ആഷ്ഫോർഡിൽ എവിടെ? നമ്മുടെ സ്വന്തം ടോമേറ്റന്റെ വീട്ടിലെത്തി. രജി ചേച്ചി ബാലനെ ബിന്ദു ചേച്ചിയുടെ കയ്യിൽ ഏൽപ്പിച്ച് ഇങ്ങനെ പറഞ്ഞു, ഇവൻ ഇവിടെ വളരേണ്ട കുട്ടിയാണ്, ടോമിന് പറ്റിയ പയ്യനാണ്. നമ്മുടെ ബിന്ദു ചേച്ചിയല്ലേ രണ്ടു കൈയും നീട്ടി സ്വീകരിച്ചു. ടോമേറ്റൻ ചോദിച്ചു, ഇതാരാണ് ഈ പയ്യൻ? ബിന്ദു പറഞ്ഞു, ടോമിന് കൂട്ടിന് ജോയിയും രജിയും തന്നേച്ചും പോയതാണ്, നല്ലപോലെ പ്രാർത്ഥിക്കുന്ന പയ്യനാണെന്ന് രജി പറഞ്ഞു. നടപ്പില്ല, ഈ പയ്യൻ ഇവിടെ താമസിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ടോമേറ്റൻ പറഞ്ഞു. അവർ നോക്കിയപ്പോൾ ബാലനിത
പുറത്തു പോയി ഡാൻസ് കളിക്കുന്നു, മാനത്തേക്ക് നോക്കി പാട്ട് പാടുന്നു. പെട്ടെന്ന് ഓടി വന്ന് ടോമേട്ടനോട് ചോദിച്ചു, ഇന്ന് ചൊവ്വാഴ്ചയല്ലേ? ടോമേട്ടൻ പറഞ്ഞു, അതെ ഇന്ന് ചൊവ്വാഴ്ചയാണ്, എനിക്കിന്ന് ബാഡ്മിന്റൺ കളിക്കാൻ പോണം. അപ്പം ബിന്ദു ചേച്ചി പറഞ്ഞു, മോനെ രാത്രിയായില്ലേ, ഇന്നിനി പോകണ്ട. ബാലൻ ചോദിച്ചു, അതെന്താ ഞാൻ ഇന്ന് പോയാൽ? ടോമേട്ടൻ പറഞ്ഞു, പൊയ്ക്കോ, ഒരു കുഴപ്പമില്ല, പെട്ടെന്ന് പൊയ്ക്കോ. പക്ഷെ ടോമേട്ടൻ പറഞ്ഞു, പാട്ട്, ഡാൻസ്, ബാഡ്മിന്റൺ, ഈ കോമ്പിനേഷൻ ഇവിടെ ആരോ ഉണ്ടല്ലോ. ആരാണത്? ആരെ പിടികിട്ടി? നമ്മുടെ സ്വന്തം സാഞ്ചേട്ടൻ. അവർ നേരെ സാഞ്ചേട്ടന്റെ വീട്ടിലെത്തി. ടോമേട്ടൻ സാഞ്ചേട്ടനോട് പറഞ്ഞു, ഈ പയ്യൻ ഇവിടെ വളരട്ടെ, നല്ലപോലെ പാടും, നല്ലപോലെ ഡാൻസും ചെയ്യും, ബാഡ്മിന്റൺ ഇവന് ജീവനാണ്. ഇത് കേട്ടതും സാഞ്ചേട്ടൻ അവനെ കെട്ടിപ്പിടിച്ചു ഉമ്മ കൊടുത്തു. കേറി വാടാ മക്കളെ, വെൽക്കം ടു സ്റ്റാൻവെൽ ബോയ്സ് എന്ന് പറഞ്ഞ് സ്വീകരിച്ചു. കണ്ടുനിന്ന് നിശ ചേച്ചി ഞെട്ടിപ്പോയി. പറ്റില്ല, ഇതിവിടെ പറ്റില്ല. സാഞ്ചേട്ടൻ ഇങ്ങനെ പാടി, Oh Nisha, take it easy. Oh Nisha, take it easy. Oh Nisha, Balana, Pavama, take it easy. Oh Nisha, dancera, singera, take it easy. Oh Nisha, take it easy. Oh Nisha. ഈ പാട്ടിലൊന്നും നിശ ചേച്ചി വീണില്ല, സമ്മതിച്ചില്ല. സാജൻ ചേട്ടനോട് പറഞ്ഞു, ബാലനെ വേറെ എവിടെയും വിടൂ. സാജൻ ചേട്ടൻ ചോദിച്ചു, ബാലനെ എവിടെ വിടാനാണ്? നിശ ചേച്ചി പറഞ്ഞു, ഒന്നെങ്കിൽ ഞാൻ, ഇല്ലെങ്കിൽ ബാലൻ. ആരെ വേണമെന്ന് ഇപ്പം തീരുമാനിക്കണം. സാജൻ ചേട്ടൻ പറഞ്ഞു, എനിക്ക് നിന്നെ മതി. പക്ഷേ ബാലനെ നമുക്ക് എവിടെയും വിടണ്ടേ? ബാലനെ അവർ വിളിച്ചു, ബാല നീ എവിടെ? ബാലനെ കാണാനില്ല. അവൻ എവിടെ? മനസ്സിലൊരു ഒച്ച. അവർ പുറത്തെങ്കിലും നോക്കി. ബാലൻ റൂഫിന്റെ മുകളിൽ സോളാർ പാനൽ ഫിക്സ് ചെയ്യുകയാണ്. സാജൻ ചേട്ടൻ പറഞ്ഞു, ഇറങ്ങി താഴെ. ബാലൻ പറഞ്ഞു, എനിക്കിതൊക്കെ ഫിക്സ് ചെയ്യാൻ അറിയാം, പേടിക്കേണ്ട. സൗണ്ട് സിസ്റ്റം ഞാൻ ഫിക്സ് ചെയ്യും, ലൈറ്റ് സിസ്റ്റം ഞാൻ ഫിക്സ് ചെയ്യും. സാജൻ പറഞ്ഞു, നിനക്ക് പറ്റിയ സ്ഥലം എനിക്ക് എവിടെയാണെന്നറിയാം. അതെ, അവർ നേരെ പോയി പ്രിൻസേട്ടന്റെ വീട്ടിലേക്ക്. പക്ഷെ അവർ പ്രിൻസേട്ടനെ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്തെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ക്രിസ്മസിനു സാന്റായ, ഓണത്തിന് ഓടിയോ, എല്ലാം നോക്കുന്നൊരു ചേട്ടൻ. ഇവനാണ് പ്രിൻസേട്ടൻ. സോളാർ പാനൽ വീട്ടിൽ ഇൻസ്റ്റോളും ചെയ്തിട്ട് ബാറ്ററിയിൽ കുത്തുന്ന ചേട്ടൻ. ഇവനാണ് പ്രിൻസേട്ടൻ. സുന്ദരനാണ് സാഞ്ചേട്ടൻ പ്രിൻസേട്ടന്റെ വീട്ടിലെത്തി. പ്രിൻസേട്ടൻ ചോദിച്ചു, സാജ ആരാണ് ഈ പയ്യൻ? സാജൻ ചേട്ടൻ പറഞ്ഞു, പ്രിൻസേ ഇവൻ ഇവിടെ നിന്നോട്ടെ. പ്രിൻസിന് ഒരു കൂട്ടായി സൗണ്ട് സിസ്റ്റമും ഇവൻ ഫിക്സ് ചെയ്യും, ലൈറ്റ് സിസ്റ്റമും ഫിക്സ് ചെയ്യും. സോളാർ ഇവൻ ഫിക്സ് ചെയ്യുന്നത് പൂപറിക്കുന്ന ലാഘവത്തോടെയാണ്. പ്രിൻസേട്ടന്റെ മനസ്സിൽ ലഡു പൊട്ടി. പക്ഷേ നിശ ചേച്ചിയുടെ മനസ്സിൽ ദേഷ്യം പൊട്ടി. നടപ്പില്ല. അടുത്ത 4 കൊല്ലത്തിന്റെ ട്രിപ്പ് ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് കഴിഞ്ഞു, ടിക്കറ്റും ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇവൻ ഇവിടെ ഉണ്ടെങ്കിൽ ഇവനെയും കൊണ്ടുപോകണ്ടേ? അത് നടപ്പില്ല. ഇത് കേട്ട പ്രിൻസേട്ടൻ പറഞ്ഞു, സാജ ഇവനെ ഇവിടെ നിർത്താൻ പറ്റില്ല. സാജൻ ചേട്ടൻ ചോദിച്ചു, അപ്പം ഞാൻ ഇവനെ എന്ത് ചെയ്യും? നമ്മൾ ഇവനെ എന്ത് ചെയ്യും? അല്ല സോറി പ്രിൻസേട്ടാ. സ്റ്റാൻവില്ലിലുള്ളവരെല്ലാരും പിന്നെയും ഒത്തുകൂടി ബാലന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകേണ്ടേ? പ്രിൻസേട്ടൻ പറഞ്ഞു, ഇതിനൊരു യുക്തിപരമായ തീരുമാനമെടുക്കാൻ ബെസ്റ്റ് ബിജു ചേട്ടനാണ്. ബിജുവിനെ നമുക്ക് വിളിക്കാം. ജിജി ചേച്ചിയോട് ഇന്ന് എനിക്ക് കുറെ തീരുമാനങ്ങൾ എടുക്കാനുണ്ട്, ഞാൻ വരാൻ താമസിക്കും എന്ന് പറഞ്ഞ് ബിജു ചേട്ടൻ അവിടുന്ന് ഓടിയെത്തി, കാര്യങ്ങളെ മനസ്സിലാക്കി. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇതിൽ യുക്തിപൂർവമായ ഒരു തീരുമാനം എടുക്കാൻ പോകുകയാണ്. ബാലൻ ആകാംക്ഷയോടെ ചെവിയോർത്ത് ബിജു ചേട്ടനെ നോക്കി നിന്നു. ബിജു ചേട്ടൻ പറഞ്ഞു, നീ ഇവിടുന്ന് ഉടനടി സ്ഥലം വിടണം. ഇതാണോ യുക്തിപൂർവമായ തീരുമാനം? ബാലൻ സങ്കടത്തിലായി. പക്ഷെ ആ തീരുമാനത്തിനെ ബാലൻ അംഗീകരിച്ചു. അവൻ പറഞ്ഞു, ശരി ഞാൻ പോകുകയാണ്. ബിജു ചേട്ടൻ ബാലനിയുമായി എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു. പക്ഷേ എയർപോർട്ടിലേക്ക് പോയ ബിജു ചേട്ടൻ 2 മിനിറ്റിനുള്ളിൽ തിരിച്ചെത്തി. എല്ലാരും ചോദിച്ചു, എന്ത് പറ്റി? ബാലൻ എന്തി? അവനെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടില്ലേ? ബിജു ചേട്ടൻ പറഞ്ഞു,
പോകുന്ന വഴി ഞാൻ പെട്രോൾ അടിക്കാൻ ഒന്ന് കയറി. പെട്രോൾ അടിച്ച് തിരിഞ്ഞു വന്നപ്പോഴും ബാലനെ അവിടെ കാണാനില്ല. പകരം ഒരു കത്ത്. കത്തോ? എല്ലാരും പറഞ്ഞു വായിക്കൂ വായിക്കൂ, ഞങ്ങൾ ആ കത്ത് എന്താണെന്ന് വായിച്ചറിയട്ടെ. ബിജു ചേട്ടൻ വായിച്ചു. വന്ധ്യ സഹോദരരെ, വത്സല മക്കളെ, നിങ്ങളെ എല്ലാവരെയും ഇത്രയും നേരം ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയതിൽ മാപ്പ് ചോദിക്കുന്നു. സ്റ്റാൻവെൽ മലയാളികളെ എനിക്ക് കാണണമെന്ന് തോന്നി. പക്ഷേ എനിക്ക് അതിനുള്ള അവകാശം വർഷത്തിൽ ഒരു തവണ മാത്രമാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം മാവേലിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം ബാലന്റെ വേഷത്തിൽ വേഷം മാറി വന്നത്. എല്ലാവരെയും കണ്ടു, സന്തോഷമായി. നിങ്ങളുടെ ഈ ഒത്തൊരുമ ഇപ്പൊ ഉള്ളതുപോലെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നമുക്കിനി ഓണത്തിന് കാണാം. സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം മാവേലി. താങ്ക് യു സോ മച്ച്. എല്ലാവരെയും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല, എന്നെങ്കിലും മാക്സിമം എല്ലാവരും സമയത്തിന്റെ പരിമിതി മൂലം എല്ലാവരെയും ഇതാക്കി. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ നമ്മുടെ സ്റ്റാൻവെൽ മലയാളി കൂട്ടായ്മയെ ഇത്രയും വളർത്തിയ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ട്രിബ്യൂട്ടാണ്. താങ്ക് യു സോ മച്ച്.